എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻറ്റേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പുണ്യകാലമായ വൈശാഖ മാസത്തിൻ്റെ തുടക്കമാണ്. ഏപ്രിൽ 28 മുതലാണ് 2025 വൈശാഖ മാസം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ മാസം വൈശാഖ മാസം എന്ന് പറയുന്നത് മാധവ മാസം എന്നുകൂടി അറിയപ്പെടുന്ന ഒരു മാസമാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂജകൾക്ക്, മഹാവിഷ്ണു ആരാധനയ്ക്ക് അത്രയും പ്രസക്തിയുള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മാസവും ഓരോ ദേവതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിൽ വൈശാഖ മാസത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. അപ്പോൾ സർവമംഗളങ്ങളും നൽകുന്ന ഒരു ഭക്തപ്രിയനായ ഈശ്വരനാണ് മഹാവിഷ്ണു. അപ്പോൾ ഏപ്രിൽ 28 നാളെ വൈശാഖ മാസ ആരംഭമാണ്. നാളെ ഏപ്രിൽ 28 ആരംഭിച്ചിട്ട് മെയ് 27 വരെയാണ് വൈശാഖ മാസം ഉള്ളത്. അപ്പോൾ വൈശാഖ മാസം മുഴുവനും നമ്മൾ ഭഗവാനെ, മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ അല്ലേ ജപിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ, പൂർണ്ണമായ ഭക്തിയോടെ, പൂർണ്ണമായ മനഃശുദ്ധിയോടെ ഭഗവാനെ, അത്രയും അർപ്പണ മനോഭാവത്തോടെ ഭഗവാനെ ജപിക്കുക, അല്ലെങ്കിൽ സ്മരിക്കുക, ആരാധിക്കുക എന്നാണ് പറയണത്. ഇപ്പോൾ വൈശാഖ പൂർണിമ വരുന്നുണ്ട് വൈശാഖ മാസത്തിൽ. ഇതുപോലെ നമ്മൾ ബുദ്ധപൂർണിമ എന്നൊക്കെ പറയുന്ന അതേ ദിവസമാണ്. നമ്മുടെ അവതാരങ്ങളിൽ കൂർമാവതാരം വന്ന ദിവസം കൂടിയാണ്. പിന്നെ വൈശാഖ മാസം എന്ന് പറയുന്നത് മഹാവിഷ്ണു ആരാധനയ്ക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ മാസത്തിൽ നമ്മൾ ഗുരുവായൂരൊക്കെ നല്ല തിരക്കാണെങ്കിലും നമ്മൾ ഗുരുവായൂരൊന്ന് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അവിടെ പോയിട്ട് ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും വലിയൊരു പുണ്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്കന്ദപുരാണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ വൈശാഖ മാസത്തിനേക്കാൾ വിശേഷപ്പെട്ട ഒരു മാസമില്ല എന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. ഈ മാസത്തിൽ തന്നെയാണ് പരശുരാമ ജയന്തി, ബലരാമ ജയന്തി, അക്ഷയ തൃതീയ, കൂർമാവതാരം ഇതെല്ലാം വരുന്നത് വൈശാഖ മാസത്തിലാണ്. പിന്നെ നരസിംഹ ചതുർദശി അല്ലേ, നൃസിംഹ ജയന്തി എന്ന് പറയും, അതും വരുന്നത് വൈശാഖ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പുണ്യകരമായ മാസമായിട്ടാണ് വൈശാഖ മാസം കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് രണ്ടാമത്തെ മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. മാസമൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ ചൈത്രമാസമാണ്, പിന്നെ വൈശാഖ മാസമാണ് വരിക, പിന്നെ ജ്യേഷ്ഠ, പിന്നെ ആഷാഢ, പിന്നെ ശ്രാവണം, പിന്നെ ഭാദ്രപദം, പിന്നെ അശ്വിനം, പിന്നെ കാർത്തിക, അഗ്രഹായന, പൗസം, മാഘം, ഫാൽഗുനം. ഇത്രയാണ് നമ്മുടെ 12 മാസങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വൈശാഖം എന്ന് പറയുന്നത് രണ്ടാമത്തെ മാസമാണ്. അപ്പം നാളെ ഏപ്രിൽ 28 ആരംഭിച്ചിട്ട് മെയ് 27 വരെയാണ് വൈശാഖ മാസം വരുന്നത്. അത് തിങ്കളാഴ്ച ഭരണി നാളിലാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത്. ആരാധനയുടെ കൂടെ തന്നെ നമുക്ക് സ്നാനവും ദാനവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസത്തിൽ സ്നാനം ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞു, സ്നാനം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട്, അതായത് സൂര്യോദയത്തിന് മുമ്പാണ്. അപ്പം ബ്രഹ്മമുഹൂർത്തത്തിന് എഴുന്നേറ്റിട്ട് കുളിക്കുക, അതാണ് പറയണത്. അപ്പോൾ അത് സപ്ത നദികളിലെ സ്നാനം എന്നാണ് പറയണത്. അപ്പോൾ മുങ്ങി കുളിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഷവറിലെ വെള്ളമൊക്കെ ശരിക്കും നമ്മുടെ ദേഹം മൊത്തം എല്ലായിടത്തും നനയും തന്നെയാണ്, അത് നല്ലതാണ്. ഇനി അതൊന്നും ഇല്ലാത്തവർ സാധാരണ കുളിക്കുന്ന പോലെ കുറച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളം സപ്ത നദികളെ അതിൽ ആവാഹിച്ചിട്ടുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ അതിനെ പ്രാർത്ഥിച്ചിട്ട് ആണ് കുളിക്കേണ്ടത്. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും വൈശാഖ മാസത്തിൽ കുളിക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നത് പാപമോചനമാണ് ഫലം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞത് ദാനമാണ്. ദാനം എന്ന് പറയുമ്പോൾ
നമുക്ക് പല വസ്തുക്കളും ദാനം ചെയ്യാൻ പറ്റും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജലം. ഇപ്പോൾ നമുക്ക് ചൂട് കൂടുതലുള്ള സമയമാണ്. അത് മാത്രമല്ല, ജലം ദാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രാജസൂയ യാഗത്തിനേക്കാളും ഗുണം ചെയ്യും എന്നാണ്. വൈശാഖ മാസത്തിൽ ജലം ദാനം ചെയ്യുന്നത് രാജസൂയ യാഗത്തിനേക്കാളും ഗുണം ചെയ്യണ കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദാനം ചെയ്യുക. ദാനത്തിന് നമ്മൾ പഞ്ചസാര, പിന്നെ എള്ള്, നെയ്യ്, അതും ദാനം ചെയ്യുന്നത്, ഈ വസ്തുക്കളും ദാനം ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയുക. പിന്നെ വെള്ളം ദാനം ചെയ്യുമ്പോൾ അതെപ്പോഴും ഒന്നില്ലെങ്കിൽ സ്വർണത്തിൻ്റെ പാത്രം, വെള്ളിയുടെ പാത്രം, അല്ലെങ്കിൽ പിച്ചളയുടെ പാത്രം, ഈ 3 ഏതിലെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ മഹത്വം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വൈശാഖ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത്, അത് സ്നാനം. പിന്നെ വരുന്നത് നമ്മുടെ ഹോമം, ഉപവാസം, അതൊക്കെ ഉണ്ട്. അതൊന്നും വീട്ടിൽ ചെയ്യുന്നില്ലെങ്കിലും ആരാധന ചെയ്യുക, മഹാവിഷ്ണു ആരാധന. അത് മന്ത്രം കൊണ്ടാവാം, ജപം കൊണ്ടാവാം. പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ പൂജ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ആരാധന. പിന്നെ വരുന്നത് ദാനമാണ്. ദാനം എന്ന് പറയുമ്പോൾ അത് ജലദാനം ആവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള എള്ള്, നെയ്യ്, പഞ്ചസാര മുതലായ വസ്തുക്കളുടെ ദാനവും ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. പിന്നെ പൂജ ചെയ്യുമ്പോഴും നമ്മൾ പഞ്ചസാരയും എള്ളും നെയ്യും വെച്ചിട്ടാണ് പൂജ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ്. പിന്നെ വൈകുന്നേരം വീണ്ടും ദേഹശുദ്ധി വരുത്തിയിട്ട് ഭഗവാന്റെ ആരാധന ചെയ്യണം എന്നാണ്. പറ്റുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക. രാവിലെയോ വൈകിട്ടോ ഒന്ന് ഭഗവാനെ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് തൊഴുന്നത് നല്ലതാണ്. അപ്പം വൈശാഖ മാസത്തിലെ സ്നാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പാപങ്ങൾ ദൂരീകരിക്കാൻ ഏറ്റവും നല്ലതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് സ്നാനം ചെയ്യണത് എന്ന്. അതായത് മുൻജന്മങ്ങളിലെ പാപങ്ങൾ പോലും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ശുദ്ധമായ മനസ്സോടെ ചെയ്യണം. പക്ഷേ ശുദ്ധമായ മനസ്സോടെ ഒരു ഭക്തൻ ചെയ്യുന്ന ആ ഒരു സ്നാനം, വൈശാഖ മാസത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിലെ സ്നാനം എന്ന് പറയുന്നത് അവൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികളുടെ ഫലങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, വൈശാഖ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തത് ബ്രഹ്മമുഹൂർത്തത്തിലെ സ്നാനം, രണ്ടാമത്തത് ഭഗവാന്റെ ആരാധന, മഹാവിഷ്ണുവിൻ്റെ ആരാധനയാണ്, അത് ഏത് രീതിയിലും ആവാം, മൂന്നാമത്തത് എന്ന് പറയുന്നത് ദാനമാണ്. അപ്പോൾ വൈശാഖ മാസത്തിൽ നമുക്ക് കഴിയുന്ന പോലെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ടും മന്ത്രജപം ചെയ്തിട്ടും പിന്നെ കഴിയുന്നത്ര പാരായണം, ഭഗവാന്റെ ഏതൊരു നാമ പുസ്തകങ്ങളായാലോ, നമ്മുടെ ഭാഗവതായാലോ, അല്ലെങ്കിൽ ഹരിനാമ കീർത്തനാവട്ടെ, ജ്ഞാനപ്പാനയാവട്ടെ, എന്തായാലും ഭഗവാനെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്ന എന്തും പാരായണം ചെയ്യാമെന്നാണ്. അതേപോലെ നാമങ്ങളും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്ന, മനഃശുദ്ധിയോടെ ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്ന ഒരു മാസം ആണ് വൈശാഖ മാസം. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വൈശാഖ മാസത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം, എല്ലാ നല്ല കാര്യങ്ങൾക്കും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഭഗവാനോട് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.